ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. കണ്ണൂർ ചിരിക്കാണ്ടില്ലേ? മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. ഞങ്ങള് പറയണത് മോൻ കേക്കണുണ്ട? ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ, നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നെ കിട്ടണം. ബോധം പോയി. ബോധം പോയ പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി.